Hello friends, എൻ്റെ പേര് ശ്രീകല and welcome to Life with Shri. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെൽത്തിയും പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഇതും ഒരു ബ്ലോഗ് സ്റ്റൈൽ റൂട്ടീൻ തന്നെയാണ്. കൂടാതെ ഇതൊരു വീഗൻ റൂട്ടീൻ കൂടെയാണ്. ദാറ്റ് മീൻസ് ഐ വിൽ ബി ടേക്കിംഗ് ഓൺലി പ്ലാന്റ് ബേസ്ഡ് മീൽസ്. തെറ്റിദ്ധരിക്കേണ്ട, ഞാനൊരു വീഗൻ അല്ല. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ഇടയ്ക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ടു ഡീറ്റോക്സ് ആൻഡ് ടു ക്ലെൻസ് മൈ ബോഡി ഞാനൊരു വീഗൻ ആയിട്ട് മാറാറുണ്ട്. ദാറ്റ് മീൻസ് പശുവും പാല്, മുട്ട, മീൻ, ചിക്കൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ ഒഴിവാക്കിയ പ്രോട്ടീൻ ഇൻടേക്ക് എവിടെ നിന്ന് വരും അല്ലേ? നമ്മുടെ ലെഗ്യൂംസ്, ദാറ്റ് മീൻസ് പയറുവർഗ്ഗങ്ങളിൽ ഇനഫ് പ്രോട്ടീൻ ഉണ്ട് ടു ഗിവ് ന്യൂട്രീഷൻ ടു അവർ ബോഡി. പിന്നെ ഈ വീഡിയോയിൽ വേറെ ഒരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഷോർട്ട് റിവ്യൂ അബൌട്ട് വിച്ച് യൂട്യൂബ് ചാനൽ ഐ ഫോളോ ഫോർ വർക്കൗട്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയ ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ആദ്യത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ലോ കാർബ് എഡിഷൻ ഇട്ടപ്പം എന്നോട് പലരും ചോദിച്ചത് ഈ സെയിം റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക്, പിന്നെ ഈ സെയിം റൂട്ടീൻ എത്ര കാലറീസ് ഉണ്ട്, ഈ സെയിം റൂട്ടീൻ ഫോളോ ചെയ്താൽ എത്ര വെയിറ്റ് കുറയും. ഞാൻ നിങ്ങൾക്ക് ഈ സെയിം ഡയറ്റ് റൂട്ടീൻ ഫോളോ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് ഇത് എൻ്റെ ഹെൽത്ത്, എൻ്റെ ബോഡി ടൈപ്പ്, എൻ്റെ കാലറി ഇൻടേക്ക് അനുസരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഈ സെയിം ഡയറ്റ് റൂട്ടീൻ ഫോളോ ചെയ്യണമെങ്കിൽ ആദ്യം ദയവായിട്ടും നിങ്ങളൊരു ഡയറ്റീഷ്യനെ കാണുക, കൺസൾട്ട് ചെയ്യുക. ഈ ഡയറ്റ് റൂട്ടീൻ മാത്രമല്ല, ഓൺലൈൻ കാണുന്ന ഏത് ഡയറ്റ് റൂട്ടീനും കണ്ണടച്ച് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. ഞാനിവിടെ ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഷുവറായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തിയാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അധികം താമസിക്കാതെ നമുക്ക് വ്ളോഗിലോട്ട് കടക്കാം. വീക്ക് ഡേയ്സ് ഞാൻ രാവിലെ എന്തായാലും ഒരു 5:30 മുന്നേ എണീക്കും. എന്നത്തെ പോലെ ഇന്നും ജീരകവെള്ളം കുടിച്ചാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ട് ഞാൻ ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ വർക്കൗട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നല്ല പാടായിരുന്നു. ഞാൻ ഫോളോ ചെയ്യുന്നത് സിഡ്നി കമ്മിങ്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്ന് ഞാൻ ചെയ്തത് അവരുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് വർക്കൗട്ടാണ്. എന്താ ഇങ്ങനത്തെ ഒരു വർക്കൗട്ട് ഇഷ്ടമെന്ന് വെച്ചാൽ, ഒന്ന് സ്ട്രെങ്ത്ത്, നമ്മുടെ വെയ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ്. എനിക്ക് ഡംബിൾസ് യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ബോഡി ടോണിങ്ങിനൊക്കെ നല്ല എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ സ്ട്രെങ്ത്തിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അവരുടെ വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ, അവരുടെ ഡംബിൾസ്, എസ്പെഷ്യലി ഡംബിൾസ് യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ. പിന്നെ കണ്ടീഷനിങ് മീൻസ് കൂടുതലും കാർഡിയോ വർക്കൗട്ട്സ് ആണ്. എനിക്ക് ഒരു ഫുൾ ഓൺ കാർഡിയോ വർക്കൗട്ട് ഇഷ്ടമല്ല. ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ വർക്കൗട്ടൊന്നും എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റാറില്ല. അപ്പം ഇങ്ങനെ ആവുമ്പം ഡംബിൾസും യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ പകുതി അവർ സ്ട്രെങ്ത് മൂവ്സും പകുതി കാർഡിയോ മൂവ്സാണ്. അപ്പം അത്രയും ഇടയ്ക്ക് ഗ്യാപ്പും കിട്ടും, ഇടയ്ക്കൊന്ന് ചെറിയ റെസ്റ്റും കിട്ടും. അങ്ങനെയൊക്കെ, അതാണ് കാരണം. പിന്നെ സിഡ്നി കമ്മിങ്സ് എന്ന യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞാൽ, ഞാനൊരു 6 months ആയിട്ട് ഈ യൂട്യൂബ് ചാനൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അവർ ഡെയിലി വർക്കൗട്ട്സ് ഇടും. ഒരു ദിവസം പോലും മുടങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. 6 months കൂടുതലായി ഞാനിപ്പോൾ അത് ഫോളോ ചെയ്യണു. ഡെയിലി വർക്കൗട്ട്സ് ഇടും. സെക്കൻഡ് തിങ്, 40, 50, 60 minutes ഒക്കെ വർക്കൗട്ട്സ് അവരിടുമ്പം നമുക്ക് അത് മതി ഒരു ദിവസം ചെയ്യാൻ. എന്ന് വെച്ചാൽ വേറെ ചാനൽസോ അല്ലെ വേറെ വർക്കൗട്ട്സോ വേറെ ജിമ്മിൽ പോക്കോ ഒന്നും നോക്കണ്ട. ആ ഒരു ദാറ്റ് വൺ വർക്കൗട്ട് ഇസ് ഇനഫ് ഫോർ ദ ഡേ ഫോർ യു. പിന്നെ തേർഡ് തിങ് ഈസ്, എനിക്ക് നാളെ ഏത് വർക്കൗട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ലൈക്ക് എ പേഴ്സണൽ ട്രെയിനർ, ഷീ ഈസ് ഓൾവേസ് ദെയർ. ഷീ പ്ലാൻസ് എവറിത്തിങ് ഫോർ മീ. അപ്പം എനിക്കൊരു മുന്നോട്ടൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല.
ഞാൻ രാവിലെ എണീക്കും, അവരെന്ത് വർക്കൗട്ട് അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ ഫോളോ ചെയ്യും, അതുപോലെ ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്ത വർക്കൗട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. 7 o'clock ആയി, മക്കളെ എണീപ്പിക്കാൻ പോവാം. ആദ്യം അവരുടെ പാല് റെഡിയാക്കി വയ്ക്കുക. പാല് ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഗ്ലാസ്സിലോട്ട് ഊറ്റിയിട്ട് ടേബിളിൽ വെച്ചിട്ട് അവരെ എണീപ്പിക്കാൻ പോകും. രാവിലെ ഞാൻ മഞ്ഞളിട്ട പാലാണ് കൊടുക്കാറ് പതിവ്. സ്പെഷ്യലി വിൻ്റർ സീസൺ ആണെങ്കിൽ അപ്പൂന് ചെറിയ ജലദോഷവും തുമ്മലും ഒക്കെ വരാറുണ്ട്. വീസിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണവന്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് വിൻ്റർ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും മഞ്ഞളിട്ട പാല് ആണ് രാവിലെ കൊടുക്കാറ്. മക്കൾ എണീറ്റു. ഇനി അവരെ ഓൺലൈൻ ക്ലാസ്സിന് റെഡിയാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി ദോശയും പിന്നെ മല്ലി തേങ്ങ ചമ്മന്തിയാണ്. റാഗി ദോശയ്ക്ക് മാവ് ഞാൻ ഇന്നലെ രാത്രി അരച്ച് ഫെർമെൻ്റ് ആവാൻ ഓവനകത്ത് വെച്ചിരുന്നു. ഇവിടെ അബുദാബിയിൽ ഇപ്പം നല്ല തണുപ്പാണ്, അതുകൊണ്ട് മാവ് പുളിക്കാനും നല്ല പാടാണ്. ഓവൻ രാത്രിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിനകത്ത് മാവ് വെച്ച് പുളിപ്പിക്കാറാണ് ഞാൻ പതിവ്. റാഗി ഇഡ്ലിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. റാഗി ദോശയ്ക്ക് ഞാൻ അല്പം വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. റാഗി ദോശ ചുടുമ്പോൾ ഞാൻ അതിൽ ചെറുതായി അരിഞ്ഞ ഉള്ളി, തക്കാളി, മല്ലിയില പിന്നെ പച്ചമുളക് ഇതും കൂടെ ഒന്ന് വിതറി കൊടുക്കും. ഇത് ഈ ദോശയുടെ ടേസ്റ്റ് നല്ലോണം കൂട്ടും. റാഗിയുടെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോ കാർബ് ഓപ്ഷനാണ്. പിന്നെ അതുകൂടാതെ ദിസ് ഇസ് പാക്ഡ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഡയറ്ററി ഫൈബർ വെൻ വി കമ്പയർ ഇറ്റ് ടു വീറ്റ് ഓർ റൈസ്. രാവിലെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് റാഗി ദോശ. അടുത്ത ദോശ ചുടുമ്പോൾ ഞാനൊന്ന് തവ ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ഈ ദോശയുടെ കൂടെ ഒരു മസ്റ്റാണ് തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ. ഇന്ന് ഞാൻ മല്ലി തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടാണ് ഈ ദോശ കഴിക്കാൻ പോകുന്നത്. റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ചട്നി ജാറിൽ 1/2 കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂൺ ചട്നി പരിപ്പ്, ഒരു പച്ചമുളക്, എരിവ് വേണ്ടതനുസരിച്ചിട്ടോ, പിന്നെ വലിയ ഒരു ബഞ്ച് മല്ലിയില, പിന്നെ ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കണം. ഈ ചമ്മന്തിക്ക് ഞാൻ കടുവറുക്കാറില്ല, ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ നിങ്ങൾ ഷുവറായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. മക്കൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ പ്ലെയിൻ റാഗി ദോശയാണ് കൊടുക്കാറ്. കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് റാഗി ദോശ, റാഗി ഇഡ്ഡലിയൊക്കെ. ക്ലാസ്സിന് ബ്രേക്കാണ് ഇപ്പോൾ, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തകർക്കട്ടെ. വീഗൻ ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് പാൽ ചായ കുടിക്കുന്നില്ല, പകരം ആൽമണ്ട് മിൽക്ക് കൊണ്ട് ഒരു ഡ്രിങ്ക് കാണിക്കാം. ഞാൻ ഈ ആൽപ്രോ ബ്രാൻഡിൻ്റെ നോ ഷുഗർ ആൽമണ്ട് മിൽക്കാണ് മേടിക്കാറ്. 1 കപ്പ് ആൽമണ്ട് മിൽക്ക് ഒരു ചരുവത്തിൽ എടുത്ത് ചൂടാക്കണം. ഇത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി. പിന്നെ ഒരു കപ്പിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ പട്ട പൊടിച്ചത് സിന്നമൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആൽമണ്ട് മിൽക്ക് ഒന്ന് ചൂടാകുമ്പോൾ അത് ഈ കപ്പിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽമണ്ട് മിൽക്ക് ടർമറിക് സിന്നമൺ ലാറ്റെ. അതെ, ഞാൻ തന്നെ പേരിട്ടാണ്, ഒരു ഗുമ്മിന്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു ഡ്രിങ്കാണ്. സ്പെഷ്യലി ഈ തണുപ്പത്ത് ദിസ് ഡ്രിങ്ക് ഈസ് വെരി റിലാക്സിങ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫില്ലിംഗ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് മിഡ് മോർണിംഗ് ആൽമണ്ട് മിൽക്ക് ലാറ്റയിൽ ഒതുക്കി. ലഞ്ചിന് ഇന്ന് സാമ്പാർ, ക്യാരറ്റ് ബീൻസ് തോരന്, പിന്നെ നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു ചോറാണ്. ക്യാരറ്റ് ബീൻസ് തോരൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്,
അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈവൻ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അവിടെ കിട്ടും. എൻ്റെ കിച്ചണിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഹാൻഡി ചോപ്പർ. ഏത് വെജിറ്റബിൾസും കുനുകുനായി സെക്കൻഡ്സ് കൊണ്ട് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ചങ്ക്സ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു 7-8 പ്രാവശ്യം വരിച്ചു കൊടുത്താൽ സംഭവം റെഡി. ബീൻസ് ഞാൻ മേടിച്ചപ്പോൾ തന്നെ വാഷ് ഡ്രൈ ചെയ്ത് അരിഞ്ഞ് ഇങ്ങനെ എയർ ടൈറ്റ് ബോക്സിൽ ആക്കി വെച്ചിരുന്നു. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള മീൽ പ്രപ്പ് ഞാൻ ചെയ്യും. ലാസ്റ്റ് വ്ലോഗിൽ ബ്രോക്കലി കാണിച്ച പോലെ, പിന്നെ ക്യാരറ്റ്സും കുക്കുംബറും ഞാൻ കാണിച്ചില്ലേ, അതുപോലെ. ഇതെന്താ മുകളിലൊരു ഫയറാണോ അത്? ഓ, ഹെലികോപ്റ്ററിന്റെ വിങ്സ് ആണോ? ഇത്രയും വിങ്സോ ഒരു ഹെലികോപ്റ്ററിന്? ഓക്കെ, സൂപ്പർ ആണേ. കളർ ചെയ്യണുണ്ടോ അത്? ആര്? അത് വ്ലാഡ് കാർട്ടൂണിൽ എന്തോ ചെയ്തതല്ലേ? ആണോ? ആണോ? ഓക്കെ. എന്താ ഉണ്ടാക്കാൻ പോവാ നീ പേപ്പറിൽ? ചോക്ലേറ്റ്, ഐസ്, സാൻഡ് ആൻഡ് ലെഗോ. ഇപ്പൊ പേപ്പറിൽ എന്നാ ഉണ്ടാക്കാൻ പോണേന്ന്? ഫയർ ഹെലികോപ്റ്റർ. ഫയർ ഹെലികോപ്റ്റർ. പെൻസിൽ എടുത്തോണ്ട് പോ. തോരൻ ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ ഇന്ന് തേങ്ങ ചതച്ചില്ല, ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ചേർത്ത് കൊടുക്കുക ചെയ്തേ കഷ്ണം വെന്തപ്പോൾ. സാമ്പാർ ഇന്നലത്തെ ആണ് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതാണ് ഞാൻ ഇന്ന് ചോറിന് പകരം കഴിക്കാൻ പോകുന്നത്. ബ്രോക്കൺ വീറ്റ് അല്ലെങ്കിൽ ദലിയ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നുറുക്ക് ഗോതമ്പെന്നും പറയും. ഇത് റിക്വയർഡ് എമൗണ്ട് എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് 1 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെക്കും. കുക്കിംഗ് പ്രോസസ്സ് ഇച്ചിരി ഫാസ്റ്റ് ആക്കാനാണ്. നുറുക്ക് ഗോതമ്പ് ആക്ച്വലി നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ റൈസിന് പകരം ഇത് ഒരു ലോ കാർബ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ്, പായസം, കഞ്ഞി ഒക്കെ ഫേമസ് ആണ്. ഞാൻ പക്ഷേ ഇത് ഇന്ന് ചോറിന് പകരം ചോറ് പോലെയാണ് കഴിക്കാൻ പോകുന്നത്. നുറുക്ക് ഗോതമ്പ് ഞാൻ മൈക്രോവേവിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലും ചെയ്യാട്ടോ. മൈക്രോവേവിൽ ഞാൻ ഇരട്ടി വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഹൈ പവറിൽ കുക്ക് ചെയ്തെടുക്കും. ഇടയ്ക്ക് ഒന്ന് ഫോർക്ക് കൊണ്ട് ഇളക്കി വിടണം. കണ്ടോ, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഒരു ബോൾ വേവിച്ച നുറുക്ക് ഗോതമ്പും പിന്നെ ഇച്ചിരി തോരനും 1 ബോൾ സാമ്പാറാണ് ഇന്നത്തെ ലഞ്ച്. കാർബ്സിൽ ലോ ആണേലും പ്രോട്ടീൻ, ഫൈബർ നല്ല ഒരു ശതമാനം ഉള്ള ഒരു ലഞ്ചാണിത്. ഇതുപോലെ നിങ്ങൾ റൈസ് ഒഴിവാക്കുന്ന ടീംസ് ആണെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ചോറ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, വിത്ത് യുവർ റെഗുലർ കറീസ്. ഐ എം ഷുവർ നിങ്ങൾ റൈസ് മിസ് ചെയ്യത്തേ ഇല്ല. ഈവനിങ്ങിൽ ഞാൻ സ്നാക്കായിട്ട് ഇന്ന് കുറച്ച് ബെറീസ് കഴിക്കാമെന്ന് ഓർത്തു. സ്ട്രോബെറിയും ബ്ലൂബെറീസ് ആണ് ഞാൻ പൊതുവെ മേടിക്കാറ്. ലുലുവിൽ ഓഫർ വരുമ്പോഴാണ് മേടിക്കുന്നത്. വേറെ എന്നാ ഉള്ളു? ഇത് ചെയ്യും. ഇന്ന് ഞാനും മക്കളും പുറത്തു പോയില്ല. വൈകുന്നേരം ഹോംവർക്ക് ചെയ്യാൻ ഞങ്ങള്. ഇത്രയും മാന്യമായിട്ടൊന്നും ഇരുന്ന് തരാറില്ല. വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോൾ രണ്ടും ഇരുന്ന് തന്നു.
ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. മക്കൾക്ക് രാവിലത്തെ റാഗി ദോശയും ചമ്മന്തിയാണ് ഡിന്നർ. അങ്ങനെയാ പലപ്പോഴും ഡിന്നറിന് ദോശയാണ് അവർക്ക് താല്പര്യം. ഞാൻ ഒരു ക്വിക്ക് ചിക്ക് പീ സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കുക്ക്ഡ് ചിക്ക് പീ ക്യാൻ എൻ്റെ പാൻട്രിയിൽ ഒരു റെഗുലറാണ്. കടല വേവിക്കാനുള്ള പാടില്ലല്ലോ. 10 മണിക്കൂർ കുതിർക്കണം, പിന്നെ കുക്കറിൽ ഒരു 8-10 വിസലടിക്കണം, എന്നാലല്ലേ വേവുള്ളൂ. ഇങ്ങനെ കുക്ക്ഡ് ചിക്ക് പീ ക്യാൻ ഉണ്ടെങ്കിൽ എന്തൊരു കൺവീനിയൻസ് ആണ്. അതിലെ ലിക്വിഡ് അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു ബോളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കും. ഇതിലോട്ട് ഇനി ഞാൻ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പകുതി തക്കാളി, പിന്നെ ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് മസാല ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പകരം ഞാൻ 1-2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചട്നിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലി പുതിന ചട്നിയാണ് കേട്ടോ ഇത്. റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് എടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ സീഡ്സ് മിക്സ് ആണ്. ഈ സീഡ്സ് മിക്സ് എന്ന് വെച്ചാൽ സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, ചിയ സീഡ്സ്, പിന്നെ വൈറ്റ് സെസമി സീഡ്സ് ആണ്. ഡിന്നർ റെഡിയാണ്. വീഗൻ ഫുഡ് കഴിക്കുന്ന ദിവസമൊക്കെ ഞാൻ ചിക്ക് പീസ് ഷുവറായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അതില്ലെങ്കിൽ കറുത്ത കടലയോ പയർ വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കും. ലെഗ്യൂംസ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീനും ഫൈബറും കണ്ടന്റ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്ന് വിശപ്പടങ്ങും, പിന്നെ രണ്ടാമത് ദിസ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ, പിന്നെ മൂന്നാമത്തെ കാര്യം ഇതൊട്ടും എക്സ്പെൻസീവ് അല്ലല്ലോ. അപ്പോൾ ഡയറ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഇൻക്ലൂഡും ചെയ്യാം. ഇതോടെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഹെൽത്തി ആൻഡ് റിയലിസ്റ്റിക് വീഗൻ റൂട്ടീൻ കഴിയുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. പ്ലീസ് കോമെൻറ്റ് സെക്ഷനിൽ അഭിപ്രായം ഷുവറായിട്ടും അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.